ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. മിക്സി ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തരിയില്ലാണ്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തിട്ടുള്ള ഒരു റവയിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു സ്പൂണ് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ അപ്പക്കാരവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് മൂടി വെക്കാം. ഒരു ചട്നി ഉണ്ടാക്കാനുണ്ട്. ആ ഒരു സമയം മാത്രം ഇതൊന്ന് മൂടി വെച്ചാൽ മതി. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ. ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു തക്കാളി, ഒരു സവാള, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, കുറച്ച് വറ്റൽമുളക്, ഒരു കഷ്ണം വാളംപുളിയുടെ ഇതും കൂടി എടുത്തിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാകുന്ന സമയത്ത് ആ ഒരു സവാള അരിഞ്ഞതും ആ ഒരു വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോവേണ്ട. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്നുകൊണ്ട് അരച്ചെടുക്കാം. ഈ ഒരു പാനിലേക്ക് തന്നെ ആ ഒരു വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കിയിട്ട് മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മതി. നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഇതാ ഈ ഒരു ചട്നി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് താളിച്ചും കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു 1/4 ടീസ്പൂൺ കടുകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പം നന്നായിട്ട് ചൂടായതിന് ശേഷം തീ അല്പം ഒന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടിയില്ലാണ്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് മുകൾ വശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് ഓയിലൊന്ന് ഇതുപോലെ തൂവി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടും. ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ദോശയും എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി ഈ ഒരു ദോശയും ചട്നി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ രാവിലേക്ക് നേരം വരുന്ന സമയത്ത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല മുരിഞ്ഞിട്ടുള്ള ദോശയും അതുപോലെ തന്നെ തേങ്ങയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ.